നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 4000 വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ചെയ്യാനായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന പരിപാടികളിലും നിങ്ങളുടെ ചാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന 5 മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ചാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ 4000 വ്യൂസിന്റെ വാച്ച് ടൈം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. പക്ഷെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് റിജക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളുക. ആദ്യത്തെ പോയിന്റ്, നമ്മളെല്ലാവരും ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോളോവേഴ്സ് കാണത്തില്ല, വ്യൂ കാണത്തില്ല, അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ 0 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 4, 5, 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് നമ്മുടെ വാച്ച് ടൈം ഒട്ടും കൂടുന്നുണ്ടായിരിക്കുന്നില്ല. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടു, പിന്നെ അതിന് വ്യൂ നോക്കിയിരിക്കുന്നു, വ്യൂ വരാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടിലും വിഷമത്തിലും ആവും. കാരണം ഇനി ഈ പരിപാടി വേണ്ടെന്നുള്ള ഒരു ചിന്തയിലോട്ട് വരും. കാരണം നമ്മുടെ ചുറ്റിനും വീഡിയോ ഇടുന്നവർക്കൊക്കെ മില്യൺസ് വ്യൂ കിട്ടുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ചാനലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. നമ്മളിടുന്ന വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെടുക്കും, പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ നമ്മളുടെ ഐഡിയിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യും. ഇത് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ വരുമ്പോൾ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സെൽഫ് ആയിട്ട് വീഡിയോകൾ വാച്ച് ചെയ്ത് വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാച്ച് ടൈം കിട്ടത്തില്ലെന്നില്ല, വാച്ച് ടൈം കിട്ടും. പക്ഷെങ്കിൽ 7 ഡേയ്സിന് ശേഷം നമ്മുടെ മോണിറ്റൈസേഷന്റെ വാച്ച് ടൈം യൂട്യൂബിന്റെ അനലിറ്റിക്സിൽ അപ്ഡേറ്റ് ആവും. ആ സമയത്ത് ഇങ്ങനെ നമ്മൾ സെൽഫായിട്ട് വാച്ച് ചെയ്തിട്ടുള്ള വാച്ച് ടൈം മൊത്തം മൈനസ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ഐഡിയിൽ നിന്നോ അല്ലെങ്കിൽ അതേ ഫോണിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമെയിൽ ഐഡീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ വാച്ച് ചെയ്ത് വാച്ച് ടൈം ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള വാച്ച് ടൈം നമ്മൾ എത്ര ഗെയിൻ ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മൈനസ് ആയിട്ട് കുറഞ്ഞു പോകും. അത് മാത്രമല്ല, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇതേ വയലേഷൻ ചെയ്യുന്നു യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോയുടെ റെക്കമെൻഡേഷനും അതേപോലെ തന്നെ സജഷൻസും കാര്യങ്ങളും ഒക്കെ യൂട്യൂബ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾ ചില അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. 300, 400, 500 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4000 ഹവേഴ്സിന്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയുള്ള വാച്ച് അവർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു ചാനൽ ഏകദേശം പണിയായെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. കാരണം ഇങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യൂ പോലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് കയറത്തില്ല. എല്ലാം ബോട്ട് വ്യൂ ആയിരിക്കും. ബോട്ട് വ്യൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതും മൈനസ് ആയി പോകും. അങ്ങനെ നമ്മൾ പൈസയും നഷ്ടപ്പെടും, അതേപോലെ നമ്മുടെ ചാനലിനുള്ള ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഇത് ചെയ്യണം എന്നുള്ള ആ നമ്മുടെ കോൺഫിഡൻസ് കൂടെ ഇതിലൂടെ അങ്ങ് നഷ്ടപ്പെടും. കാരണം ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് വ്യൂ കയറ്റി മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാനായിട്ടാണ് യൂട്യൂബ് എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് വ്യൂ കയറ്റിയിട്ട് മോണിറ്റൈസ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ പൈസ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിപാടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ മോണിറ്റൈസേഷൻ മാത്രമായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. കാരണം മോണിറ്റൈസേഷനിലൂടെ ഇത്ര പൈസ മാത്രമേ യൂട്യൂബിൽ കിട്ടത്തുള്ളൂ. നിങ്ങൾ നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിലുള്ള ചാനലാണ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്പോൺസർഷിപ്പിലൂടെ ഒക്കെ പൈസ കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ യൂട്യൂബ് തുടങ്ങേണ്ടത്. മനസ്സിലായി? തുടങ്ങുമ്പോൾ തന്നെ പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് പെയ്ഡ് ആയിട്ടുള്ള വ്യൂ ഒരു കാരണവശാലും ചാനലിൽ കയറ്റാതിരിക്കുക. മൂന്നാമതായിട്ട്, ഗൂഗിൾ ആഡ്സ് വെച്ച് നമുക്ക് ജെനുവിൻ ആയിട്ട് വ്യൂ കയറ്റാനായിട്ട് വരും. അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഗൂഗിളിന് പൈസ കൊടുക്കുന്നു, നമ്മൾക്ക് ഗൂഗിൾ വ്യൂ കൊണ്ടുതരുന്നു. ആ രീതിയിൽ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ അഡ്വർടൈസ്മെന്റിലൂടെ, അതായത് ആഡ് റൺ ചെയ്യിപ്പിച്ച് വരുന്ന വാച്ച് ടൈം ഒന്നും തന്നെ നമുക്ക് ഈ മോണിറ്റൈസേഷന്റെ 4000 ഹവേഴ്സിന്റെ ആ ഒരു ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ആഡ് റൺ ചെയ്യിപ്പിച്ച് അതിന് ഒരു 4000 ഹവേഴ്സിന്റെ വാച്ച് ടൈം ആ ഒരു വീഡിയോയ്ക്ക് വന്നാലും നമുക്ക് ആ ഒരു 4000 ഹവേഴ്സ് എടുത്തിട്ട് മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു പരിപാടി ചെയ്ത് മോണിറ്റൈസേഷന് വേണ്ടി ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അതും നഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വീഡിയോസ് ഒരു 10,000, 20,000 ഒക്കെ വ്യൂ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് അതിലൂടെ ഒരു പ്രയോജനം വരുന്നത്, നമ്മളൊരു വീഡിയോ ആഡ് റൺ ചെയ്യിപ്പിച്ചു, ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ നമ്മുടെ ചാനലിൽ വന്ന് നമ്മുടെ വേറൊരു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് രണ്ടാമത് വാച്ച് ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ വാച്ച് ടൈം നമുക്ക് മോണിറ്റൈസേഷനിൽ കൗണ്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു സാധ്യത ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ആ ഒരു പരിപാടിക്കൂടെ നിങ്ങൾ പോകാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിലെ പൈസ സേവ് ചെയ്യാനായിട്ട് നല്ലത്. നാലാമതായിട്ട്, ഷോർട്ട് വീഡിയോയുടെയും ലോങ് വീഡിയോയുടെയും വാച്ച് ടൈം നമുക്ക് യൂട്യൂബ് അനലിറ്റിക്സിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടെ വാച്ച് ടൈം ഒക്കെ ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം പ്രതീക്ഷിച്ച് പോവാം, ഇത്രയും വാച്ച് ടൈം ആയല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന്. കാരണം ഷോർട്ട് വീഡിയോയിൽ കുറച്ച് വ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെയും വാച്ച് ടൈം നമുക്ക് അനലിറ്റിക്സിൽ കാണാൻ പറ്റും. പക്ഷെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഷോർട്ട് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം മോണിറ്റൈസേഷന്റെ ആ ഒരു ക്രൈറ്റീരിയയിൽ കൗണ്ട് ചെയ്യത്തില്ല. ലോങ് വീഡിയോ വെച്ചുള്ള മോണിറ്റൈസേഷൻ ആണ്, അതായത് വാച്ച് ടൈം വെച്ചുള്ള മോണിറ്റൈസേഷൻ ആണ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസിൽ നിന്ന് കിട്ടുന്ന ഓർഗാനിക് ആയിട്ട് വരുന്ന വ്യൂവിൽ നിന്ന് കിട്ടുന്ന വാച്ച് ടൈം മാത്രമേ മോണിറ്റൈസേഷന് വേണ്ടി
കൗണ്ട് ചെയ്യത്തുള്ളൂ. ഷോർട്ട് വീഡിയോസിൽ മാക്സിമം നിങ്ങൾക്ക് വ്യൂ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ വ്യൂ വെച്ചുള്ള മോണിറ്റൈസേഷൻ ഷോർട്ട് വീഡിയോയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഷോർട്ട് വീഡിയോ വെച്ച് വ്യൂ ആണ് നിങ്ങൾ ഏറ്റവും ഫസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ച് മോണിറ്റൈസ് ചെയ്യാം. അതല്ല വാച്ച് ടൈം ആണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ച് ലോങ് വീഡിയോ വെച്ച് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏതാണോ ആദ്യം കംപ്ലീറ്റ് ആകുന്നത് ആദ്യം വെച്ചായിരിക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുക. അഞ്ചാമതായിട്ട് വരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നെ അപ്ലോഡ് ചെയ്ത് ഈ 4000 hours കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറെ കണ്ടന്റ് ഉണ്ടാക്കി കുറച്ച് വൈറലായി കുറച്ച് വാച്ച് ടൈം ഒക്കെ വന്നു. പക്ഷെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായി ഒരു 3000 hours വാച്ച് ടൈം കിട്ടിയ ഒരു വീഡിയോ നോക്കുന്നുണ്ട്, അത് മോണിറ്റൈസേഷൻ പോളിസിക്ക് എതിരായിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരൊറ്റ വീഡിയോ കാരണം നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ആ ഒരു വീഡിയോ എന്തെടുക്കും, ഒന്നുകിൽ അൺലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. ഈ 3 കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാലും നമുക്ക് ഈ കിട്ടിയ വാച്ച് അവർ അപ്പം തന്നെ മൈനസ് ആവും. വീഡിയോകൾ ഇടുമ്പോൾ തന്നെ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ച് വേണം ഇടാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ വെച്ച് എനിക്ക് മോണിറ്റൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഒരു രീതിയിലും യൂട്യൂബിൻ്റെ പോളിസികൾ വയലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള വീഡിയോ ഇട്ട് തന്നെ മോണിറ്റൈസേഷന് വേണ്ടിയുള്ള വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം. അതല്ലാതെ ഉടായ്പ പരിപാടികൾ കാണിച്ചിട്ട് അങ്ങനെയുള്ള വീഡിയോകൾ ഇട്ട് നമ്മൾ മോണിറ്റൈസേഷൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണിറ്റൈസേഷന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ യൂട്യൂബ് അത് റിജക്ട് ചെയ്ത് കളയും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നിങ്ങൾ പുതുതായിട്ട് യൂട്യൂബിൽ കണ്ടന്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യൂട്യൂബിൽ കണ്ടന്റുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതിനോടൊപ്പം വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.